ഇത് തട്ടാശ്ശേരി ജങ്കാർ ജെട്ടിയാണ്. ഇന്നത്തെ യാത്ര കാവാലത്തേക്കാണ്. കണ്ടില്ലേ, ജങ്കാർ കയറാൻ കാത്ത് കിടക്കുന്ന വണ്ടികളാണ് ഇതെല്ലാം. ഇത് കടത്തുവള്ളമാണ്. കടത്തുവള്ളത്തിൽ 5 രൂപയാണ് അക്കരയ്ക്ക് പോകാൻ. അതേപോലെ തന്നെ ഇക്കരയ്ക്ക് വരാനും 5 രൂപയാണ്. പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കടത്തുവള്ളങ്ങളാണിത്. കാവാലം ചെല്ലണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കറങ്ങിയും പോകാം. കിടങ്ങറയിൽ ചെന്നിട്ട് അവിടെ നിന്നും കാവലത്തേക്ക് പോകാവുന്നതാണ്. പക്ഷേ ഏറ്റവും എളുപ്പമാർഗം ഈ കാണുന്ന കടത്തുവള്ളം അല്ലെങ്കിൽ ജങ്കാറ് വഴി അക്കരയ്ക്ക് പോകുന്നതാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തട്ടാശ്ശേരി ജങ്കാർ ജെട്ടിയിലാണ്. ഇന്ന് നമ്മളുള്ളത് തട്ടാശ്ശേരി കാവാലം ഭാഗത്താണ്. ഇവിടുത്തെ കാഴ്ച വന്ന് കുട്ടനാട്ടിലെ അതിമനോഹരമായ ഒരു ഗ്രാമമാണ് കാവാലം. ആലപ്പുഴ ജില്ലയുടെ ഭാഗമായ ഈ പ്രദേശം പമ്പാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വിശാലമായ നെൽപ്പാടങ്ങളും തോടുകളും കായലുകളും ചേർന്ന പ്രകൃതി ഭംഗി സഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്നു. പല പ്രശസ്ത സിനിമകളുടെയും ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഈ ഗ്രാമം. പ്രശസ്ത കവിയും നാടകകൃത്തുമായ കാവാലം നാരായണപ്പണിക്കരുടെ ജന്മനാട് കൂടിയാണിത്. ആലപ്പുഴ, കോട്ടയം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് റോഡ് വഴിയും ബോട്ട് വഴിയും കാവാലത്ത് എത്തിച്ചേരാം. ഇത് തട്ടാശ്ശേരി കവലയല്ലേ? ഇല്ലേടാ, കടത്ത് ഫ്രീ ആണോ? അതാ 5 രൂപ അല്ലേ? ഇതിനാ പഞ്ചായത്തിൻ്റെ ആണ്. ഇതിനാ ജങ്കാറിന് 5 രൂപ. ഓക്കെ. എന്ത് ഭംഗിയാണല്ലേ ആ ഒരു ബോട്ട് ഇതാ ഈ പോകുന്ന കാണാനായിട്ട്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയും മീൻപിടുത്തവുമാണ്. കായൽ മത്സ്യങ്ങളായ കരിമീൻ, ചെമ്മീൻ, വരാൽ എന്നിവയ്ക്ക് കാവാലം പ്രശസ്തമാണ്. ഇതെല്ലാം ജങ്കാറ് കയറാൻ വേണ്ടി കിടക്കുന്ന വണ്ടികളാണ്. നമ്മളിപ്പോൾ ജങ്കാറ് കയറാനുള്ള സ്ഥലത്ത് നയിക്കുന്നത്. ഇതുണ്ടോ, ജങ്കാറ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് കൺസ്ട്രക്ഷൻ വേസ്റ്റുകൾ ഒരു ജങ്കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നതാണ്. അങ്ങനെ നമ്മുടെ ജങ്കാറ് ഇക്കരയ്ക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ജങ്കാറ് കയറിയിരിക്കുകയാണ്. ഈ ഒരു ജങ്കാറിൽ കാറിന് വരുന്ന റേറ്റ് 20 രൂപയാണ്. ഒരാൾക്ക് 5 രൂപയാണ് റേറ്റ്. മൊത്തത്തിൽ ഞങ്ങൾക്ക് 30 രൂപയായിട്ടുണ്ട്. അങ്ങനെ ജങ്കാറ് അക്കരയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് കാവാലം. യഥാർത്ഥത്തിൽ ഞങ്ങൾ എത്തിയപ്പോൾ അത്യാവശ്യം വൈകി. കാരണം ജങ്കാറ് കയറാൻ വേണ്ടി ഒത്തിരി വണ്ടികളുണ്ടായിരുന്നു. ക്യൂവിൽ നിന്നുകൊണ്ട് കുറച്ച് വണ്ടികൾ കയറി അക്കരയ്ക്ക് പോയതിന് ശേഷം മാത്രമേ നമുക്ക് കയറാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതാണ് സംഭവിച്ചത്. ഈ ഒരു പ്രദേശം നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ഇത് ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. കണ്ണെഴുതി പൊട്ടും തൊട്ട് ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് കാണുന്നത്. പിന്നെ ഈ ഒരു സ്ഥലത്ത് ആമേൻ, വെനീസിലെ വ്യാപാരി ഒക്കെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്.